വൽമൗഖിഫി മിൻ അഹ്ലിൽ ബിദ്അ വൽ കലാമി ഫീഹിം വമുആമലതിഹിം. അതിൽ അഹ്ലുൽ ബിദ്അയോടുള്ള നിലപാട് എന്തായിരിക്കണം, അവരെ നിരൂപണം നടത്തുക, അവരോടുള്ള സമ്പർക്കം എങ്ങനെയായിരിക്കണം. അതും ഞാൻ നേരത്തെ പറഞ്ഞ വലാബറായിന്റെ മറ്റൊരു ഭാഗമാണ് മുബ്തദിയോടുള്ള നിലപാട്. ഇപ്പൊ നമ്മളോട് ക്ലാരിറ്റി ഉണ്ടോ? ഞാൻ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ്, മൊയ്തീൻ ശൈഖെ രക്ഷിക്കണമെന്ന് പറയുന്ന ആളാണ്, എന്നെ നിങ്ങൾക്ക് തുറന്നു നിസ്കരിക്കാൻ പറ്റുമോ മുജാഹിദുകൾക്ക് എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയുള്ള നിങ്ങളെ തുറന്നു നിസ്കരിക്കാൻ പറ്റില്ല, നിങ്ങൾ മുസ്ലിം അല്ല, അല്ലല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്ന കാഫിറാണ്. ഖലാസ്. അത് ഇന്ന് വരെ പറയാൻ പറ്റില്ല. നമുക്ക് പറ്റിയിട്ടുണ്ടോ? അങ്ങനെ പറയില്ല. നമ്മളെന്ത് ചെയ്യും? അത് നമ്മൾ അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് നമ്മളെ നിസ്കരിക്കുന്ന ഞാനൊക്കെ അങ്ങനെ പ്രസംഗിച്ച ആളാണ് അല്ലേ? സല്ലാ സ്വലാത്തന വസ്തഖ്ബല ഖിബ്ലതന, അതുകൊണ്ട് അവൻ നമ്മളെ ഖിബ്ലയിലേക്ക് തിരിയുന്ന ആളാണ്, നമ്മളെ നിസ്കരിക്കുന്ന ആളാണ്. അതുകൊണ്ട് അവൻ അഹ്ലുൽ ഖിബ്ല. അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അഹ്ലുൽ ഖിബ്ലയിൽ പെടുകയില്ല എന്നാണ് ആര് പറഞ്ഞ? സലഫി ഉലമാക്കള്. വേറെയുള്ള വിദ്യാർത്ഥികളൊക്കെ ക്ഷമിക്കാം, ഇതൊരിക്കലും ചെയ്യാൻ പറ്റില്ല, ക്ഷമിക്കാൻ പറ്റൂല. അപ്പൊ മൊയ്തീൻ ശൈഖെ രക്ഷിക്കണമെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും മൊയ്തീൻ ശൈഖിന്റെ വലിയ നേർച്ചയിക്കുകയും ഒക്കെ ചെയ്യണ മൗലൂദൊക്കെ ചെയ്യുന്ന ഒരു മുസ്ലിയാര് അർത്ഥം തിന്നാൻ പറ്റുമോ? പറ്റൂലേ? കൃത്യമായിട്ട് പറ്റൂല എന്ന് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അപ്പൊ നമ്മളത് ചോദ്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഒരു വേട്ടനായിനെ ബിസ്മി ജെല്ലി വിട്ടാ നായി പിടിച്ചോടുന്ന കൂടി തിന്നാന്നാണ് നിങ്ങളെ കിതാബിലുള്ളത്. അതിനേക്കാളും മോശപ്പങ്ങളെ മുസ്ലിം ഞങ്ങളെ പറയില്ല. അപ്പൊ എല്ലാവരും ഒന്ന് ചിരിക്കും. പക്ഷെ അവിടെ വിഷയം വന്നോ? മുസ്ലിയാരടുത്ത് തിന്നാൻ പറ്റുമോ പറ്റൂല എന്നുള്ള മസല അവിടെ പറഞ്ഞോ? പറഞ്ഞില്ല. അപ്പൊ ക്ലാരിറ്റി ഇല്ല. മുബത്തദികളുടെ നിലപാട് നമുക്ക് ഒരു ക്ലാരിറ്റി ഇല്ല എന്ന് മാത്രമല്ല, നമുക്ക് MES വേണം, നമുക്ക് MSS വേണം, നമുക്ക് ലീഗ് വേണം, നമുക്ക് കോൺഗ്രസ് വേണം, നമുക്ക് എല്ലാവരും വേണം. അപ്പൊ ഓലൊക്കെ കൂട്ടിപ്പിടിച്ചു കൊണ്ടുപോകണം. ഓലൊക്കെ ഉണ്ടായാലേ നമ്മളിതൊക്കെ നടക്കുള്ളൂ. ഓനെ ബഹുമാനിക്കണം, മറ്റവനെ ബഹുമാനിക്കണം. എന്തെല്ലാം തന്നെ അവ്യക്തതകളായിരുന്നു ഉള്ളത്. മുബത്തദികളുടെ നിലപാടിൽ ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല. ഈവൻ സലഫിയത്തിന്റെ പേരിൽ പുറത്തുപോയി സംഘടന തിന്മയാണെന്ന് പറഞ്ഞ ആളുടെ പ്രസംഗപ്പെടുത്തി ഞാൻ കേട്ടു. കുറെ മുമ്പന്നെ കേട്ടിട്ടുണ്ട്. നമ്മള് കുറെ ആളുകൾ ആ റൂമിൽ കയറി, കുറെ ആൾ ഈ റൂമിൽ കയറി, മറ്റേ റൂമിൽ കയറി, അള്ളാന്റെ സഹായം എല്ലാവരും ഒരു റൂമിൽ ഇറങ്ങി നിൽക്കണം. സുന്നി മുജാഹിദ് ജമാഅത്തും തമ്മിലൊക്കെ ഒന്നിച്ച് കിടന്നാൽ അള്ളാന്റെ സഹായം കിട്ടുള്ളൂ. ഇസ്ലാം എന്നാൽ ഒരു വൃത്തമാണ്, അതിനുള്ളിൽ വേറെ വൃത്തം വരക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞു. മുബ്തദിയോടുള്ള നിലപാടപ്പത്. അപ്പൊ കേരളത്തിൽ ആർക്കും എന്തുണ്ടായിട്ടില്ല, മുബ്തദിയുള്ള നിലപാടിൽ ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല. അപ്പൊ ഇനി നമ്മളത് ക്ലാരിറ്റിയിൽ മുന്നോട്ട് പോകണം. എളുപ്പമുള്ള കാര്യമല്ല. എളുപ്പമാണോ? നമുക്കൊരുപാട് ആനുകൂല്യങ്ങൾ ഇല്ലാതായി പോകും.